ദൈവനാമത്തിന് മഹത്വം. അബ്രഹാമ്യ ഉടമ്പടിയെക്കുറിച്ച് വിശദമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഇന്ന് രണ്ടാമത്തെ പ്രാവചനിക ഉടമ്പടിയിലേക്ക്, പാലസ്തീനിയൻ ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നാം ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പാലസ്തീനിയൻ ഉടമ്പടി, പാലസ്തീനിയൻ കവനൻ്റ്, ഈ ഉടമ്പടിയെക്കുറിച്ച് ഉള്ള വിശദമായിരിക്കുന്ന ഭാഗം ആവർത്തന പുസ്തകം 28, 29, 30 അധ്യായങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ആവർത്തന പുസ്തകം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിലാണ് അതിൻ്റെ വിശദാംശങ്ങൾ കാണുന്നത്. ഒരു വാക്യം ഞാൻ 28-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 69-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. ഹോരേബിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമത്തിനും പുറമെ മോവാബ് ദേശത്ത് വെച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിൻ്റെ വചനങ്ങൾ ഇവ തന്നെ. 28-ാം അധ്യായം 69-ാമത്തെ വാക്യമാണ് വായിച്ചത്. ആവർത്തനം 28-ൻ്റെ 69. ഹോരേബിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമത്തിനും പുറമെ മോവാബ് ദേശത്ത് വെച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിൻ്റെ വചനങ്ങൾ ഇവ തന്നെ. ഈ പാലസ്തീനിയൻ ഉടമ്പടി, ഞാൻ ഈ ക്ലാസ്സുകളുടെ ഉടമ്പടികളെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ദൈവം അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ദേശീയ അനുഗ്രഹം, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും എന്നുള്ളതാണ് ദേശീയ അനുഗ്രഹം. ആ ദേശീയ അനുഗ്രഹത്തിൽ വരുന്ന ആ വലിയ ജാതിക്ക് ഒരു സ്വന്തമായ ഒരു ദേശം ആവശ്യമാണ്. ഈ വാഗ്ദത്തത്തിലെ വലിയ ജാതിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ദേശം ആവശ്യമാണ്. ഈ ദേശമാണ് പാലസ്തീനിയൻ ഉടമ്പടിയിലൂടെ ഉറപ്പിക്കപ്പെടുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആവർത്തിച്ച് ചിന്തിച്ചതാണ്. അന്ന് യഹോവ അബ്രാമിനോടൊരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ ദേശത്തെക്കുറിച്ചുള്ള ഈ വാഗ്ദത്തം വീണ്ടും ദൈവം അത് വിപുലീകരിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്, ദൃഢീകരിക്കുകയാണ് പാലസ്തീനിയൻ ഉടമ്പടിയിലൂടെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഈ ദേശത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ഒരു പരാമർശം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം, പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ആ ദേശത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ജനം നിൽക്കുകയാണ്. അങ്ങനെ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ആ ദേശത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ദേശത്തെ സംബന്ധിച്ചുള്ള ഉടമ്പടി ഉറപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ആവർത്തന പുസ്തകം 28, 29, 30 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഉടമ്പടി വീണ്ടും ഉറപ്പിക്കുവാനായിട്ടൊരു കാരണമുണ്ട്. ഈ പലസ്തീൻ ദേശത്തിൻ്റെ അല്ലെങ്കിൽ കനാൻ നാടിൻ്റെ പ്രവേശന കവാടത്തിൽ ഇസ്രായേൽ ജനം നിൽക്കുന്ന ഈ സമയത്ത് അപ്പോഴവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കനാൻ ദേശം, കനാൻ നാട് ഇപ്പോൾ ശത്രുക്കളുടെ കയ്യിലാണ്. ഇപ്പോൾ അത് ശത്രുക്കളുടെ കയ്യിലാണ്. അവിടേക്ക് പ്രവേശിക്കുവാനുള്ള ഇസ്രായേലിൻ്റെ ഏതൊരു നീക്കത്തെയും ശത്രുക്കൾ ശക്തമായിട്ട് എതിർക്കും. ഒരു വലിയ എതിർപ്പിനെ അതിജീവിച്ച് വേണം ഈ ദേശം അവർക്ക് സ്വന്തമാക്കുവാനായിട്ട്. മറ്റൊന്ന്, ഇതുവരെ ഇസ്രായേലിനെ നടത്തിയ, ഈ ജനതയെ നടത്തിയ മോശയുടെ നേതൃത്വം, ആ നേതൃത്വത്തിൽ നിന്ന് യോശുവയുടെ നേതൃത്വത്തിൻ്റെ കീഴിലേക്ക് മാറുകയാണ്. ഒരു നേതൃമാറ്റം അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ മോശയുടെ നേതൃത്വത്തിന് കീഴിലാണ് ഇവിടം വരെ വന്നത്. അത് തെളിയിക്കപ്പെട്ട നേതൃത്വമാണ്. ഇനി തെളിയിക്കപ്പെടാത്ത യോശുവയുടെ നേതൃത്വത്തിലേക്ക് ഇവർ മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആശങ്കകളും മനസ്സിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്നുള്ളത്, നിലവിൽ അവർ ദൈവം മോശയോട് ചെയ്ത, അല്ലെങ്കിൽ മോശയിലൂടെ ചെയ്ത ആ ന്യായപ്രമാണ ഉടമ്പടിയുടെ കീഴിലാണ്, സ്വാഭാവിക ഉടമ്പടിയുടെ കീഴിലാണ്. ആ ഉടമ്പടിയാകട്ടെ അത് ഉപാധികളോട് കൂടിയതാണ്, അത് സ്വാഭാവികമാണ്. അപ്പോൾ മോശയിലൂടെ ചെയ്ത ന്യായപ്രമാണ ഉടമ്പടി അബ്രഹാമി ഉടമ്പടിയെ നീക്കിക്കളഞ്ഞുവോ എന്നുള്ള ന്യായമായ സംശയങ്ങളൊക്കെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ദൈവം വീണ്ടും ആ ഉടമ്പടി ദേശത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന
ഉടമ്പടി അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന ആ വാഗ്ദത്തത്തെ, ആ ഉടമ്പടിയെ ദൈവം അത് വിപുലീകരിച്ച് സ്ഥിരീകരിച്ച് നൽകി. ദേശത്തിൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ അവകാശത ദൈവം അവിടെ വെച്ച് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വിശ്വാസത്യാഗങ്ങൾ നടന്നിട്ടുണ്ട്, ദൈവത്തോട് മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ആ ഉടമ്പടിയെ റദ്ദ് ചെയ്യാതെ വീണ്ടും ഈ പാലസ്തീനിൻ്റെ പ്രവേശന കവാടത്തിൽ വെച്ച് ദൈവം ആ ഉടമ്പടി ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ഇനി പരിശോധിക്കേണ്ടത് ഈ പാലസ്തീനിയൻ ഉടമ്പടിയുടെ, പലസ്തീൻ കവനൻറ്റിൻ്റെ അതിൻ്റെ ഉള്ളടക്കം, അതിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അത് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പ്രധാന ഉള്ളടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ പലസ്തീനിയൻ കവനൻറ്റിൻ്റെ, പാലസ്തീനിയൻ ഉടമ്പടിയുടെ ഉള്ളടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേത്, അവിശ്വസ്തത ഹേതുവായി ഇസ്രായേലിനെ ദേശത്ത് നിന്ന് തള്ളിക്കളയും, ചിതറിക്കും എന്നൊരു യാഥാർത്ഥ്യം ഈ ഉടമ്പടിയിൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അവിശ്വസ്തത ഹേതുവായിട്ട്, അവിശ്വസ്തത നിമിത്തം, അനുസരണക്കേട് നിമിത്തം ഇസ്രായേലിനെ ദേശത്ത് നിന്ന് ദൈവം തള്ളിക്കളയും, ചിതറിക്കും. അത് 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമാണ്. 28-ാം അധ്യായത്തിലും അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 64-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും. അപ്പോൾ പലസ്തീനിയൻ ഉടമ്പടിയുടെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത് ദൈവം അവരോട് പറയുന്നത് അവിശ്വസ്തത ഹേതുവായി ഈ ജാതി ഇസ്രായേലിനെ ദേശത്തു നിന്ന് തള്ളിക്കളയും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, ഈ ഉടമ്പടിയുടെ ഉള്ളടക്കത്തിൽ രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം, അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന സമയത്ത് ദൈവം അവരെ കൂട്ടിച്ചേർക്കും. ചിതറിക്കുക മാത്രമല്ല, അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന സമയത്ത് ദൈവം അവരെ കൂട്ടിച്ചേർക്കും. അത് 30-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ആവർത്തനം 30-ന്റെ 4 നാം ഇങ്ങനെ വായിക്കുന്നു: നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിൻ്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. അവർക്ക് ശ്രദ്ധിക്കുക, അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന സമയത്ത് അവരെ കൂട്ടിച്ചേർക്കും. നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിൻ്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. ഇതാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ മഹാകാഹളധ്വനിയോടുകൂടെ, അല്ലെങ്കിൽ കാഹളനാദത്തോടുകൂടെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഭാഗം നമ്മൾ മത്തായി 24 വായിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗം പിന്നീട് വിശദമായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പോൾ അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അവർ വീണ്ടും കൂട്ടിച്ചേർക്കും. ഇനി ആ ഉള്ളടക്കത്തിൽ മൂന്നാമത് പറയുന്നൊരു കാര്യം, ഇസ്രായേൽ ദേശത്ത് പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ്. ഇസ്രായേൽ ദേശത്ത് പുനഃസ്ഥാപിക്കപ്പെടും. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും, നീ അത് കൈവശമാക്കും. അത് പുനഃസ്ഥാപിക്കാം. ഇസ്രായേൽ ആ ദേശത്ത്, പലസ്തീൻ നാട്ടിൽ പുനഃസ്ഥാപിക്കപ്പെടും. അപ്പോൾ ഒന്ന്, അവിശ്വസ്തത ഹേതുവായി ഇസ്രായേലിനെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് കളയും. 2, അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന സമയത്ത് അവരെ കൂട്ടിച്ചേർക്കും. 3, ഇസ്രായേൽ ആ ദേശത്ത് പുനഃസ്ഥാപിക്കപ്പെടും. 4-മതായിട്ട്, ഇസ്രായേൽ ജാതിയുടെ ഹൃദയത്തെ ദൈവം പരിച്ഛേദന ചെയ്യും. ഹൃദയത്തെ ദൈവം പരിച്ഛേദന ചെയ്യും. അത് ആവർത്തന പുസ്തകം 30-ാം അധ്യായം 6-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അപ്പോൾ മടക്കി കൊണ്ടുവന്നതിന് ശേഷം, ദേശത്ത് പുനഃസ്ഥാപിച്ചതിന് ശേഷം അവരുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യും എന്നാണ് 4-മതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 5-മതായിട്ട്, ആ പലസ്തീനിയൻ ഉടമ്പടിയിലെ 5-മത്തെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ന്യായം വിധിക്കപ്പെടുമെന്നുള്ളതാണ്. അത് 7-മത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ഈ ശാപങ്ങളെ ഒക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ച് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. അപ്പോൾ ശത്രുക്കൾ ന്യായം വിധിക്കപ്പെടും. ഇനി 6-മതായിട്ട്, ഇസ്രായേൽ ജനത അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. അതിൻ്റെ 9-മത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നിൻ്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിൻ്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകും. ഇസ്രായേൽ ജനത
അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. ഈ പാലസ്തീനിയൻ ഉടമ്പടിയിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർപ്പിച്ചു, അബ്രഹാമി ഉടമ്പടി നിരുപാധികമായിരുന്നു. ആ അബ്രഹാമി ഉടമ്പടിയുടെ സ്ഥിരീകരണവും വിപുലീകരണവുമാണ് പാലസ്തീനിയൻ ഉടമ്പടി. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലസ്തീനിയൻ ഉടമ്പടിയും നിരുപാധികമാണ് എന്നുള്ളത് നിസ്തർക്കമായിരിക്കുന്ന വിഷയമാണ്. എന്നാൽ അത് അങ്ങനെ പറഞ്ഞു വിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ പ്രത്യാശയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് അല്പം കൂടെ വിശദമാക്കുവാൻ ആവശ്യമുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ഉടമ്പടി, ഈ പാലസ്തീന ഉടമ്പടി അത് സ്വാഭാവികമാണ് എന്ന് ശക്തമായി വാദിക്കുന്ന ആളുകളാണ് അമിലേനിയലിസ്റ്റുകൾ, സഹസ്രാബ്ദ നിഷേധവാദികൾ. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, ഇത് സ്വാഭാവികമാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇത് നിരുപാധികമാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഇത് രണ്ടും നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇത് തമ്മിലുള്ളതായിരിക്കുന്ന ഈ പഠനങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന അന്തരം, ഈ പഠനം അത് അല്ലെങ്കിൽ ഈ ഉടമ്പടി സ്വാഭാവികമാണെന്ന് വന്നാൽ അത് ഏതെല്ലാം നിലയിൽ നമ്മുടെ പ്രത്യാശയെ ബാധിക്കുന്നു, ദൈവ നിശ്വാസിയ തിരുവെഴുത്തുകൾക്ക് ഏതെല്ലാം നിലയിൽ കോട്ടം വരുത്തുന്നു എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിന്തിക്കാം, ഈ ഉടമ്പടി വാഗ്ദത്തം അത് സ്വാഭാവികമാണെങ്കിൽ ഇത് ഉപാധികളോട് കൂടിയതാണെന്ന് അങ്ങ് വെക്കുക. നിരുപാധികമാണ്, എന്നാൽ പഠന സൗകര്യാർത്ഥം കാര്യങ്ങളെ അല്പം കൂടെ വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇതൊരു വാദത്തിനു വേണ്ടി ഈ ഉടമ്പടി സ്വാഭാവികമാണെന്ന് സമ്മതിച്ചുകൊണ്ട് അതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഉടമ്പടി വാഗ്ദത്തം സ്വാഭാവികമാണെങ്കിൽ അതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും നമുക്കതൊന്ന് പരിശോധിക്കാം. ഇത് സ്വാഭാവികമാണെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, അനുസരണമുള്ളവരായിരിക്കുക എന്ന ഉപാധിയിൽ അധിഷ്ഠിതമായി മാത്രമേ ദേശം അവർക്ക് കിട്ടുകയുള്ളൂ. ഈ ഉടമ്പടി സ്വാഭാവികമാണെങ്കിൽ, ഇത് ഉപാധികളോട് കൂടിയതാണെങ്കിൽ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നാൽ മാത്രമേ ഈ ദേശം അവർക്ക് കിട്ടുകയുള്ളൂ. അവിശ്വസ്തത കാണിച്ചാൽ എന്തു സംഭവിക്കണം? അവിശ്വസ്തത കാണിച്ചാൽ ഒന്നുകിൽ ഈ വാഗ്ദത്തങ്ങളൊക്കെ റദ്ദാക്കപ്പെടണം, ഒന്നുകിൽ ഈ വാഗ്ദത്തങ്ങളെല്ലാം റദ്ദാക്കപ്പെടണം. ഇനി റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വ്യാഖ്യാനം ആവശ്യമില്ല, അത് റദ്ദാക്കി, അത് ഇല്ലാതെയായി, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വ്യാഖ്യാനം ആവശ്യമില്ല. എന്നാൽ ഇത് ചിലർ പറയുന്നു ഇത് റദ്ദാക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത് റദ്ദാക്കപ്പെടുന്നില്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ ചിലർ പറയുന്നത് പോലെ സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടണം, സഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉടമ്പടി വാഗ്ദത്തം സ്വാഭാവികമാണെങ്കിൽ അതിൻ്റെ പരിസമാപ്തി എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്ന ഉപാധിയിൽ അധിഷ്ഠിതമായി മാത്രമേ ദേശം അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാൽ ഒന്നുകിൽ ഉടമ്പടികൾ റദ്ദാക്കപ്പെടണം, അല്ലെങ്കിൽ ഇത് സഭയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ ഇത് സഭയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ, ഈ ആ വാദം ശരിയാണെന്ന് വന്നാൽ, സഭയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെങ്കിൽ, ക്രിസ്തീയ സഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് ഈ വാഗ്ദത്തം കൈമാറ്റം ചെയ്യപ്പെടുന്നു എങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അതെന്തൊക്കെയാണ്? ഒന്ന്, ഇനി രാഷ്ട്രം എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രാവചനിക പരിപാടികൾ ഇസ്രായേലിന് യാതൊരു സ്ഥാനവുമില്ല. ഈ ഉടമ്പടി വാഗ്ദത്തങ്ങൾ അത് ഉപാധികളോട് കൂടിയതാണ് എങ്കിൽ, ഇസ്രായേൽ അവിശ്വസ്തത കാണിച്ചപ്പോൾ ആ ഉടമ്പടികൾ റദ്ദാക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് സഭയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. സഭയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു രാഷ്ട്രം എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രാവചനിക പരിപാടികളിൽ ഇസ്രായേലിന് യാതൊരു സ്ഥാനവും ഇല്ല. ഇസ്രായേലിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രവചനങ്ങളും ദൈവസഭയിലൂടെ നിവൃത്തിയാകണം. സഭ ഇസ്രായേൽ ജാതിയുടെ സ്ഥാനത്തേക്ക് വരണം. അതിനാൽ ഇസ്രായേലിന് ഇനിയൊരു ഭാവിയില്ല. സ്വാഭാവികമാണെങ്കിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്ന്, ഒരു രാഷ്ട്രമെന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രാവചനിക പദ്ധതികളിൽ ഇസ്രായേലിന് യാതൊരു സ്ഥാനവും ഇല്ലാതെ വരികയാണ്. മറ്റൊന്ന്, ഈ പ്രാവചനിക വാഗ്ദത്തങ്ങൾ, ഈ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളെ നമ്മളിനി അക്ഷരം പ്രതി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതിനെ നമ്മൾ രൂപകാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അലിഗോറിക്കലി, ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പാലസ്തീൻ ഭൂപ്രദേശത്തെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നമ്മളതിനെ ഒരു സ്വർഗീയ ദേശമായിട്ട് അങ്ങോട്ട് കണ്ടാൽ മതി, ഒരു സ്വർഗീയ ദേശമായിട്ട് അങ്ങോട്ട് കണ്ടാൽ മതി, സ്വർഗീയ ദേശമായിട്ട് വ്യാഖ്യാനിച്ചാൽ മതി. അപ്പോൾ അതൊരു ഹെവൻലി പ്ലേസ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ, സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സഭയ്ക്ക് പിന്നെ പാലസ്തീൻ നാടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു സ്വർഗീയ ദേശമായിട്ട് നമ്മളതിനെ വ്യാഖ്യാനിച്ചാൽ മതി. ഈ നിലയിലുള്ള വ്യാഖ്യാന രീതിയാണ് ഞാൻ ഓർപ്പിച്ചില്ല, അലിഗോറിക്കൽ മെത്തേഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ രൂപകാർത്ഥ രീതിയിലുള്ള വ്യാഖ്യാനം. ഈ വ്യാഖ്യാന രീതിയുടെ ഫലമായിട്ടാണ് അമിലേനിയലിസം എന്ന
ഉപദേശം, അതായത് അക്ഷരീകമായൊരു സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന ഉപദേശം ഉടലെടുക്കാൻ കാരണം ഈ ഒരു കാഴ്ചപ്പാടാണ്. ഈ ഉടമ്പടി സ്വാഭാവികമാണ് എന്ന് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. ഇനി നമുക്കത് മറിച്ച് ചിന്തിക്കാം. ഈ ഉടമ്പടി നിരുപാധികമാണെങ്കിൽ, യാതൊരു ഉപാധികളോടും കൂടിയതല്ലെങ്കിൽ, നിരുപാധികമാണെന്നുള്ളത് നഗ്നമായിരിക്കുന്ന സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് നിരുപാധികമാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും, നമുക്കതുകൂടെ ഇതിനോട് ചേർത്ത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇത് നിരുപാധികമാണെങ്കിൽ, അൺകണ്ടീഷണൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഉടമ്പടി വാഗ്ദത്തങ്ങൾ എല്ലാം നിരുപാധികമാണെങ്കിൽ അവയിലെ എല്ലാ വാഗ്ദത്തങ്ങളും അക്ഷരം പ്രതി നിറവേറണം. അടുത്തതായിട്ട് ഈ അക്ഷരം പ്രതി നിറവേറണമെന്ന് പറയുമ്പോൾ ഇത് നിറവേറുവാനുള്ള കാരണം ഇതിൻ്റെ നിവൃത്തി ആശ്രയിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഉപാധികളിലല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും അധിഷ്ഠിതമായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് അക്ഷരം പ്രതി നിവൃത്തിയായേ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഉടമ്പടിയിലെ വാഗ്ദത്തം പ്രകാരം പോലെ ദേശം ഇസ്രായേലിന് അക്ഷരീകമായിട്ട് അവരത് കൈവശമാക്കും. അക്ഷരാർത്ഥത്തിൽ തന്നെ അവരത് കൈവശമാക്കും. ദൈവം താൻ തന്നെ അതിൻ്റെ നിവൃത്തി ഉറപ്പാക്കും. അത് നിശ്ചയമാണ്. കാരണം ദൈവമാണല്ലോ ഈ വാഗ്ദത്തം നൽകിയത്. അപ്പോൾ ഈ വീക്ഷണപ്രകാരം ഇത് നിരുപാധികമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അങ്ങനെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ, ദേശീയ ഭൂമിയുടെ വാഗ്ദത്തം ഒരിക്കലും സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതിനാൽ രണ്ട് കാര്യങ്ങൾ വീണ്ടും അവിടെ സംഭവിക്കുകയാണ്. എന്ത്? ഒന്ന്, ഇസ്രായേലിന് ഇനിയും തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രത്യാശ ശേഷിക്കുന്നു. ഈ ഉടമ്പടി വാഗ്ദത്തങ്ങൾ നിരുപാധികമാണെങ്കിൽ മാത്രമേ ഇസ്രായേലിന് ഇനിയും തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രത്യാശ ശേഷിക്കുന്നുള്ളൂ. അതിനാൽ ബൈബിൾ പ്രവചനങ്ങളിലെ ഗണനീയമായ സ്ഥാനത്ത് ഇന്നും ഇസ്രായേൽ രാഷ്ട്രം തുടരുകയാണ്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ പ്രാവചനിക പദ്ധതിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ സ്ഥാനം സഭ ഒരിക്കലും കവരുന്നില്ല. മറ്റൊരു കാര്യം, ഇസ്രായേലിന് ഇനിയും തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രത്യാശ ശേഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദേശീയ ഭൂമിയുടെ വാഗ്ദത്തത്തെ നമ്മൾ ഒരിക്കലും ഇനി അത് രൂപകാർത്ഥത്തിൽ എടുക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ഈ ഉടമ്പടി വാഗ്ദത്തങ്ങൾ നിരുപാധികമാണെങ്കിൽ നമുക്കത് അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കാം. ദേശീയ ഭൂമിയെ സംബന്ധിച്ച വാഗ്ദത്തത്തിന് നമ്മൾ ഒരിക്കലും ഒരു ആത്മീകാർത്ഥം കൽപ്പിക്കേണ്ടതില്ല. ഉടമ്പടി വാഗ്ദത്തങ്ങളെ അക്ഷരം പ്രതി തന്നെ വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാന രീതിയാണ് ലിറ്ററൽ മെത്തേഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതിൻ്റെ ഫലമായിട്ടാണ് പ്രീ മിലേനിയലിസം, അക്ഷരീകമായ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് ക്രിസ്തു മടങ്ങി വരുമെന്നുള്ളതായിരിക്കുന്ന ഉപദേശം ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ പാലസ്തീനിയൻ ഉടമ്പടി നിരുപാധികമാണെന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ സ്വാഭാവികമാണെങ്കിൽ ഇനി ദൈവത്തിൻ്റെ പ്രാവചനിക പദ്ധതികളിൽ ഇസ്രായേലിന് യാതൊരു സ്ഥാനമില്ലെന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും സഭ സ്വന്തമാക്കുകയാണ്, സഭയിലത് ആത്മീകമായിട്ട് നിറവേറുകയാണ്. അതൊരിക്കലും നമുക്ക് അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം യഹൂദന്മാരെന്താണ് വിശ്വസിച്ചിരുന്നത്? ഇത് നിരുപാധികമായിട്ട് ദൈവം നിവർത്തിക്കുമെന്നോ അല്ലെങ്കിൽ ഉപാധികളിൽ അധിഷ്ഠിതമാണെന്നോ? ഇസ്രായേൽ ജനം എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരുന്നത്? ദേശീയ ഭൂമിയുടെ വാഗ്ദത്തത്തെ അത് അക്ഷരീകമായിട്ടാണോ അതോ ആത്മീകമായിട്ടാണോ ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നത്? അതിന് ധാരാളം തെളിവുകൾ, അത് അക്ഷരീകമായിട്ട് തന്നെ, അത് അക്ഷരം പ്രതി തന്നെ നടപ്പിലാകുമെന്നാണ് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നത്, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് എന്നതിന് ധാരാളം തെളിവുകൾ, പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് നിവൃത്തിയാകുമെന്നതിന് ധാരാളം തെളിവുകൾ, വ്യാഖ്യാന വൈകൃതങ്ങൾ ആവശ്യമില്ലാത്ത നിലയിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ നിന്ന് ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് നിരുപാധികമാണ്. ഈ പാലസ്തീനിയൻ ഉടമ്പടി പ്രകാരം നിശ്ചയമായിട്ടും നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ആ ഭൂപ്രദേശത്തെ ഇസ്രായേൽ അത് സ്വന്തമാക്കും, മശിഹ അവിടെ ഭരിക്കും എന്നുള്ളതിന്, അത് അക്ഷരം പ്രതി സംഭവിക്കുമെന്നുള്ളതിന് ഒരു തെളിവ് പുതിയ നിയമത്തിൽ നിന്ന്, ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതിങ്ങനെയാണ്: ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി വലിയ മലയുടെ കിഴക്കേ ചെരുവിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ
രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രത്യാശ? അവരുടെ പ്രത്യാശ എന്നുള്ളത് മശിഹ ഈ ലോകത്ത് തങ്ങൾക്ക് വേണ്ടി രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കും. അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം വലിയ ജാതിയായിത്തീരുന്ന ഞങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തരും. അപ്പം അതുകൊണ്ടാണ് കർത്താവെ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചത്. അപ്പോൾ കർത്താവിന് നിശ്ചയമായിട്ടും പറയാമായിരുന്നു, ഒരിക്കലുമില്ല, ഇത് അക്ഷരീക രാജ്യമല്ല, ഒരാത്മീക രാജ്യമാണ് എൻ്റെ വിഷയം. ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു രാജ്യം യഥാസ്ഥാനം നിങ്ങൾക്ക് സംഭവിക്കില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ മറുപടി, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്താണ് ചോദ്യം? കർത്താവെ നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന ഈ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടി, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അർത്ഥാൽ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രാജ്യസ്ഥാപനം എന്നുള്ളത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലത്തും സമയത്തും നടക്കും. അത് അറിയുന്നത് ഇപ്പോൾ നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ ഒരിക്കലും അക്ഷരീകമായിരിക്കുന്ന ഒരു രാജ്യസ്ഥാപനത്തെ കർത്താവ് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ, യഹൂദൻ്റെ പ്രത്യാശ എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഞാൻ ഓർപ്പിച്ചില്ല, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഓർപ്പിച്ചു, സംഭവിച്ചത് ഒരു കാലവിളംബം, ഒരു താമസം. ഈ വാഗ്ദത്ത പ്രകാരം ഇതിനാക്ഷരീകമായിട്ടുള്ളതായിരിക്കുന്ന നിവൃത്തി സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ സമ്പൂർണമായി അനുഭവിക്കുന്നതിന്, ആ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുന്നതിന് ഒരു കാലവിളംബം സംഭവിക്കുക മാത്രമാണ് സംഭവിച്ചത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ പലസ്തീനിയൻ ഉടമ്പടി പ്രകാരം ദേശം അവകാശമായിട്ട് ഒരു നാൾ കർത്താവ് സ്വന്തമാക്കും. അതിനാണ് കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് ഇറങ്ങി വരാൻ പോകുന്നത്. അന്ന് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ആ ഹർമഗദോൻ യുദ്ധം തന്നെ, ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമ്മുടെ ഈ പഠന ഭാഗത്ത് നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ പുനരാഗമനത്തോടനുബന്ധിച്ച് ഈ ഹർമഗദോൻ യുദ്ധം നടക്കുവാനുള്ള കാരണം തന്നെ യേശുക്രിസ്തുവിൻ്റെ ആ സഹസ്രാബ്ദ വാഴ്ചയെ തടയുക എന്നുള്ളതായിരിക്കുന്ന ഒരു ലക്ഷ്യവും അതിൻ്റെ പുറകിലുണ്ട്. എന്നാൽ തൻ്റെ ശത്രുക്കളെ മുഴുവൻ കാൽക്കീഴാക്കി അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തം സമ്പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ട് യേശു കർത്താവ് യെരൂശലേമിനെ തലസ്ഥാനമാക്കി ലോകത്തെ ഭരിക്കുമെന്നുള്ളത് അസന്നിഗ്ധമായി ഉറപ്പിക്കപ്പെട്ട, പ്രഖ്യാപിക്കപ്പെട്ട ഒരു സത്യമാണ്. അത് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. അപ്പോൾ പാലസ്തീനിയൻ ഉടമ്പടി എന്നുള്ളത് അത് നിരൂപാധികമായ ഉടമ്പടിയാണ്. അത് അങ്ങനെ തന്നെ വേണം നാം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് അടുത്ത ദാവീദിക ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.